ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024-25 നടത്തിയിട്ടുള്ള 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ സെക്കൻഡ് ടേം ഇവാലുവേഷൻ, അതായത് ക്രിസ്മസ് എക്സാമിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള പാഠത്തിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങളുടെ പേരും സ്കൂളൊക്കെ എഴുതാനുള്ളതാണ്. അത് കറക്റ്റായിട്ട് എഴുതണം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിസൺ ആൻഡ് ഡു ആണ്. അതായത് ആദ്യം നമ്മൾ ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് തരും, അതിന് കണക്കായിട്ട് ചെയ്യാമെന്ന് വേണ്ടത്. രണ്ടാമത്തേത് കോൺവെർസേഷൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ മാച്ചിങ് ദ പിക്ചേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആഡ് ലൈൻസ് ടു ദ സോങ്, പാട്ടിൽ ലൈൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1ൽ വന്നിട്ടുള്ളത് ലിസൺ ആൻഡ് ഡു ആണ്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. അതായത് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക. കേട്ടിട്ട് ഇതിൻ്റെ താഴെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ എന്താ ഉള്ളത്? ഒരു മാറ്റിന് മുകളിൽ ഡോഗ് കിടക്കുന്നുണ്ട്. ഡോഗ് മാറ്റിന് മുകളിൽ, ഓൺ ദ മാറ്റാണ്, മാറ്റിന് മുകളിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ക്യാറ്റ് എവിടെയുള്ളത്? ക്യാറ്റ് ടേബിളിന് മുകളിലുണ്ട്. അതുപോലെ കാറ്, ഒരു ടോയ് കാറ് എവിടെയുണ്ട്? ടേബിളിന് താഴെയുണ്ട്. ഫ്രൂട്ട്സ് ടേബിളിന് മുകളിലുണ്ട്. ബുക്സ് ടേബിളിന് മുകളിലുണ്ട്. ഫ്ലവർ പോട്ട് ടേബിളിന് മുകളിലുണ്ട്. വാളിൽ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ ഒരു പാരോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ഈ ബോക്സിൽ എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഡോഗ് കിടക്കുന്നത് മാറ്റിന് മുകളിലാണ്, ഓൺ ദ മാറ്റാണ് വരിക. അപ്പം ഞാനത് അണ്ടർ ദ മാറ്റ് എന്നാണ് പറഞ്ഞു തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1ാമത്തെ കോളത്തിൽ തെറ്റിടണം. മനസ്സിലായില്ലേ? അപ്പോൾ 1ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു തരുന്നത് മാറ്റിന് താഴെ ഡോഗ് കിടക്കുന്നു എന്നാണെങ്കിൽ ആ 1ാമത്തേതിൽ നിങ്ങൾ തെറ്റിടണം. കാരണം ഡോഗ് എവിടെയാണ് കിടക്കുന്നത്? മാറ്റിന് മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ മുകളിലാണ് കിടക്കുന്നതെന്ന് ആണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ അതിൽ ശരിയിടണം. ടീച്ചർ പറഞ്ഞു തരുന്ന ഓരോ പോയിൻസും ശരിയാണെങ്കിൽ ശരിയിടണം, തെറ്റാണെങ്കിൽ തെറ്റിടണം. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ എന്നതിന് എന്താ പറയുക എന്നുള്ളത്, അതുപോലെ താഴെ എന്നതിന് എന്താ പറയുക, അതായത് ഓൺ ദ ടേബിൾ, അണ്ടർ ദ ടേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിന് മുകളിലാണെന്നും അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിന് താഴെയാണെന്നും നമുക്ക് മനസ്സിലാകണം. മനസ്സിലായാൽ മാത്രമേ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കാം. അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തായിരുന്നു? ആക്ടിവിറ്റി 2ൽ പറയുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ ക്യാറ്റ്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അതായത് ഈ കോൺവെർസേഷൻ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. എന്താണ് പപ്പി എന്താ ചോദിക്കുന്നത് ക്യാറ്റിനോട്? ക്യാറ്റ് എന്താ പറഞ്ഞത്? യെസ് ഐ ക്യാൻ. അപ്പോൾ പപ്പി എന്താ ചോദിച്ചിട്ടുണ്ടാവുക? മ്യാവെന്ന് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? നമ്മൾ പഠിച്ചതല്ലേ അത്? എന്താ? ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്നല്ലേ പപ്പി ചോദിക്കുന്നത്. അപ്പോൾ ക്യാൻ യു സേ മ്യാവ്? അപ്പോൾ ക്യാറ്റ് പറയുന്നത് യെസ് ഐ ക്യാൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോർഷൻസ് നമ്മളെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള നമ്മളെ ആക്ടിവിറ്റി ബുക്കിൽ നിന്നൊക്കെയുള്ള പോർഷൻസ് തന്നെയാണ് കോൺവെർസേഷനായിട്ട് തരിക. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം. ദെൻ ആക്ടിവിറ്റി 3ൽ എന്താ കൊടുത്തത്? ഡിസ്ക്രിപ്ഷനാണ്. കളർ ദ പാരോട്ട്. ഇവിടെ ഒരു പാരോട്ടിന് തന്നിട്ടുണ്ട്. ആ പാരോട്ടിന് കളർ കൊടുക്കുക. അപ്പോൾ എന്താ പാരോട്ടിന് എന്താ കളർ കൊടുക്കുക? ഗ്രീൻ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ ചില്ലയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കളർ കൊടുക്കുക. ഇലയിൽ ഗ്രീൻ കൊടുക്കുക. ദെൻ നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. ആ പാരോട്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ഇങ്ങനെ മൃഗങ്ങളെയോ പക്ഷികളെയോ കുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ജസ്റ്റ് കുറച്ച് എഴുതാനെങ്കിലും നമ്മളത് പഠിച്ചു വെക്കണം. അപ്പോൾ പാരോട്ടിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ഡാഷ് എ പാരോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് എഴുതാം?
This is a parrot. This is a parrot. It is dash. It is green. It is green. The parrot has two dash. രണ്ട് എന്തുണ്ട്? Two legs. It is sitting dash. It is sitting on the tree. It is sitting on the tree. The parrot can dash. Parrotന് എന്ത് ചെയ്യാൻ പറ്റും? Parrot can fly. പറക്കാൻ പറ്റും. Parrot can fly. Then activity 4ൽ match the pictures with the sentences. Draw lines and match the pictures with the sentences related to them. അതായത് അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സെൻറ്റൻസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചേഴ്സിന് മാച്ച് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്താ? ഫ്രോഗാണ്. ഫ്രോഗിന് എന്താ? ഐ സേ കോക്കെ ഡൂഡിൽ ഡു. കോക്കെ ഡൂഡിൽ ഡു എന്ന് പറയുന്നത് ആരാ? ഫ്രോഗാണോ? അല്ല, അത് ഹെന്നാണ്, കോഴിയല്ലേ. അപ്പോൾ ഫ്രോഗിൻ്റെതല്ല. ദെൻ സെക്കൻഡ്, ഐ ക്യാൻ ജമ്പ്. എനിക്ക് തുള്ളാൻ പറ്റും. ആർക്ക് തുള്ളാൻ പറ്റുക? ഫ്രോഗിനെ. അപ്പോൾ ഫ്രോഗ് എന്നുള്ളത് നേരെ നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? ഐ ക്യാൻ ജമ്പിലേക്ക് കൊടുക്കാം. ദെൻ സെക്കൻഡ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? എങ്ങോട്ട് കൊടുക്കാം? പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? ഐ ആം ബ്ലാക്ക് അല്ല, ഐ ആം എ ഡോഗ് അല്ല. ദ ലാസ്റ്റ് വൺ, ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? ബട്ടർഫ്ലൈനെ എങ്ങോട്ട് കൊടുക്കാം? എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്, ഐ ലൈക്ക് ഫ്ലവേഴ്സിലേക്ക് കൊടുക്കാം. ദെൻ ഹെൻ, കോഴീനെ നമ്മൾ പറഞ്ഞു എങ്ങോട്ട് കൊടുക്കാം? ഐ സേ കോക്കെ ഡൂഡിൽ ഡു. കോക്കെ ഡൂഡിൽ ഡു എന്ന് പറയുന്ന ആരാന്ന്? ഹെന്നാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് കൊടുക്കാം. ദെൻ എലിഫൻറ്റിനെ എങ്ങോട്ട് കൊടുക്കാം? ഐ ആം ബ്ലാക്ക്. ഞാൻ കറുപ്പാണ്. അതാരാന്ന്? എലിഫൻ്റാണ്. അപ്പോൾ എലിഫൻറ്റിന് നമുക്ക് ഐ ആം ബ്ലാക്ക് എന്നതിലേക്ക് കൊടുക്കാം. ദെൻ ലാസ്റ്റ് വൺ ഡോഗാണ്. ഐ ആം എ ഡോഗ് എന്നതിലേക്ക് ഡോഗിനെയും കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പിക്ചേഴ്സിലുള്ളതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരാണ്. എലിഫൻ്റ് ആണെങ്കിലും ഡോഗ് ആണെങ്കിലും ഹെന്നാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ആ ഓരോ ആൾക്കാരുടെയും കുറിച്ചിട്ട് നമുക്ക് അറിയണം. അതായത് ഓരോ ആൾക്കാരുടെയും എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദെൻ ആക്ടിവിറ്റി 5 നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 5ൽ ആഡ് എ ലൈൻ ടു ദ സോങ്. അതായത് ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ലൈൻ ആഡ് ചെയ്യുക. എല്ലാ എക്സാമിനേഷനും വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അത് ഈസി ആയിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലായാൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റൂ. ഓൾമോസ്റ്റ് നമുക്ക് മുകളിലുള്ള വരി തന്നെ താഴെ എടുത്ത് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ മുകളിലുള്ള വരിയാണ് താഴെ എടുത്ത് എഴുതേണ്ടത് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ. ഇപ്പോൾ ടീച്ചർ അത് പാടിത്തരും. ദെൻ ആഡ് എ ലൈൻ ടു ദ സോങ്. പാട്ടിൽ ലൈൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളൂ. ഇനി അത് എന്താ കൊടുത്തിട്ടുള്ളത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റസ് ഡാൻസ് അണ്ടർ ദ ട്രീ. അത്രയും തന്നിട്ടുണ്ട്. അതേ സാധനമാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. എന്ത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റസ് ഡാഷ് ഇട്ടിട്ടുണ്ട് അണ്ടർ ദ ട്രീ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്തറിയണം? മുകളിൽ ആ സെയിം സാധനം എടുത്ത് താഴെ എഴുതുകയാണെന്ന് അറിയണം. ചിലപ്പോൾ അത് നമുക്ക് തരില്ല. ഈ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മുകളിൽ നിന്ന് എടുത്തിട്ട് സെയിം സാധനം എടുത്ത് താഴെ എഴുതണം. അപ്പോൾ ഇപ്പം നമുക്കത് തന്നിട്ടുണ്ട്. ആ ലെറ്റസ് എന്നുള്ളിടത്ത് ഒരു പോർഷൻ മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. മുകളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെറ്റസ് ഡാൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നമ്മൾ എന്താ പറയുക? ലെറ്റസ് പ്ലേ പറയാം, അല്ലെങ്കിൽ ലെറ്റസ് സിങ് പറയാം, എന്തും പറയാം. ഞാനിവിടെ ലെറ്റസ് പ്ലേ എഴുതുന്ന അണ്ടർ ദ ട്രീ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കൃത്യമായിട്ട് വായിക്കുക, അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും കൃത്യമായി മനസ്സിലാക്കുക. ജസ്റ്റ് നമുക്ക് ആ വേർഡ് കാണുന്ന സമയത്ത് കുട്ടികൾക്കത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ.